Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വൺസ് അഗൈൻ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ നാളായി നമ്മൾ കുക്കിങ്ങിൻ്റെ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നല്ല നെയ്യുള്ള ചാള കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചാളക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാളക്കറിയുടെ ഒരു വ്ളോഗാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് അതൊക്കെ ഇട്ട് ജസ്റ്റ് മൂപ്പിക്കുവാണ്. നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് വെക്കണ പോലത്തെ രീതിയിലാണ്. വേറെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ എൻ്റെ രീതിയിലുള്ള ചാളക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ നല്ല നെയ്യുള്ള ചാള കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മൂപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നല്ലോണം അല്ല ഇത്തിരിയായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അതിന് ശേഷം ഞാനൊരു 2 തക്കാളി ഞാൻ ഇതേപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരിയും കൂടെ ഗ്രേവി ആയിട്ട് നല്ല കുറുക്കായിട്ടൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ 2 തക്കാളിയാണ് ഇട്ടേക്കണം. നിങ്ങൾക്ക് അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞിടാം. ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷനലാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ മീൻകറിയിൽ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ വെക്കാറുണ്ട്, ഗ്രേവിയൊക്കെ ഇത്തിരി കുഴമ്പായിട്ടിരിക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മളിത് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഇതൊക്കെ എല്ലാം സെറ്റായി വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ടൊമാറ്റോ ഞാൻ മിക്സ് ആക്കിയത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ വേണ്ട നമ്മുടെ ഗ്രേവിയൊക്കെ ഇത്തിരി കൂടെ കുറുകലോടെ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വെള്ളം പോലെ മതിയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാൽ മാത്രം മതി അതിനകത്തേക്ക്. അല്ലെങ്കിൽ ഇത് ഓപ്ഷനലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്കിത് ഇങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനങ്ങനെ ഇട്ടെന്നുള്ള കേട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലായിട്ടുള്ള നമ്മുടെ കുടംപുളിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കുഴമ്പൊക്കെ നല്ല രീതിയിൽ ഇവിടെ തിളച്ച് മറിയാണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഫിഷ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ മത്തി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് നേരം നമുക്ക് കുറച്ചും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഉള്ളൊക്കെ നല്ലോണം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും നല്ല നെയ്യുള്ള മത്തിയാണ്, അതുമല്ല നല്ല സൂപ്പറാണ്, നല്ല വലിയ മത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇതൊന്ന് നോക്കാം ഗൈസ്.
ഗൈസ് അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പ് എരിവും എല്ലാം നമുക്ക് പുളിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ.